ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് മനസ്സിനെ ശുദ്ധിയാക്കുന്നൊരു എന്നും ചില നാമം അത് ചൊല്ലണം എന്നും. ശ്രീരാമനാമം ജപിമനമേ, ശ്രീരാമനാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ. ശ്രീരാമനാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ. ശ്രീരാമനാമം ജപിമനമേ. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ചിത്തവും ഒടുങ്ങിയിടും പരന്തങ്കലേ, ചിത്തവും ഒടുങ്ങിയിടും പരന്തങ്കലേ. ശ്രീരാമനാമം ശ്രീകൃഷ്ണനാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ, ജപിമനമേ നാമം ജപിമനമേ. ശ്രീരാമനാമം ജപിമനമേ. നമുക്ക് ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി, അതായത് ശൂർപ്പണഖ പുഷ്കരശര പരവശയായി വന്നാളല്ലോ. കാരണം ഇവിടെ ഭക്തനാം ഭരതനെ തിരിച്ച് രാജ്യത്തിലേക്ക് അയോധ്യയിലേക്ക് അയച്ച് പോയി. ഭഗവാൻ ശ്രീരാമൻ വനവാസം കഴിഞ്ഞ് വരുവോളം ഭരതൻ അവിടെ ഇരിക്കൂ, രാജ്യം പാലിക്കൂ. അങ്ങനെ ഭഗവാന്റെ മെയ്തടിയൊക്കെ കൊടുത്തുവിട്ടു ഭഗവാന് പകരമായി. അങ്ങനെ പോയിട്ട് ദണ്ഡകാരണ്യമുഖകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു. കുംഭോത്ഭവന അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരായിരിക്കുന്ന മുനിമാരോട് സത്യം ചെയ്തു, രാവണകുലത്തെയെല്ലാം ഒടുക്കാം എന്ന് സത്യവും ചെയ്തിട്ട് ഭഗവാൻ ദണ്ണമെന്നീ, അതായത് ഒരു വിഷമം കൂടാതെ രക്ഷോ വംശത്തെ ഒടുക്കാം എന്ന് സത്യം ചെയ്തു. അങ്ങനെ പുക്കിത് ഇവിടെ പഞ്ചവടി തത്ര വാണിടുങ്ങൾ അങ്ങനെ പറഞ്ഞും കൊണ്ട് പഞ്ചവടിയിലേക്ക് തത്രം അവിടേക്ക് വാഴുന്ന സമയത്ത് പുഷ്കരശര പരവശയായി വന്നാളല്ലോ. ആരാ? ശൂർപ്പണഖ കാമാർത്തിയായി വന്ന് നോക്കിയപ്പോൾ നല്ല സുന്ദരനായ ലക്ഷ്മണനെയും ശ്രീരാമനെയും കണ്ടപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല. സുന്ദരിയായ സീതയും ഉണ്ടെന്നാൽ സീതയ്ക്കേക്കാളും സീതയൊക്കെ കളഞ്ഞിട്ട് ശൂർപ്പണഖയ്ക്ക് വേണമെന്നുള്ള രീതിയിലാണ് അവൾ അവിടെ വന്ന് ചേർന്നുകൊണ്ട്. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു. അത് ഇതിനകത്തൂടെ പറയുമ്പം ഇതിപ്പം ആർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്? ഇതെല്ലാം ഹനുമാന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക സീതാദേവി. ഇത് നമുക്ക് പുറക്കെ ഇതിനകത്ത് ഉണ്ട്, വിശദീകരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പെട്ടെന്ന് നാസിക ഛേദിച്ചെന്നേ ഉള്ളൂ. കാരണം പലതവണ ശ്രീരാമൻ്റെക്കലും മാറി മാറി ലക്ഷ്മണൻ്റെക്കലും പോയി അതിന് ശേഷമാണ് നാസികയൊക്കെ ഛേദിക്കുന്നത്. പക്ഷേ ഇത് സീതാദേവി തിരിച്ച് ഇതെല്ലാം വധമെല്ലാം കഴിഞ്ഞിട്ട് വന്യമണ്ഡലത്തിൽ നിന്ന് സീതയെ വന്യദേവൻ ശ്രീരാമന് നൽകിയിട്ട് അവർ അയോധ്യയിൽ വന്ന് അതിനുശേഷം ആണല്ലോ ഈ ഉപദേശം കൊടുക്കുന്ന ഹനുമാൻ. ഹനുമാൻ അതിനുമ്പൊന്നും കണ്ടു കിട്ടിയിട്ടില്ലല്ലോ, ഹനുമാനെ അതിനുശേഷമല്ലേ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ രാവണൻ്റെ സഹോദരി
ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു. യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. 14 സഹസ്രം പടയോടും കൂടെ 14,000 പടയോടും കൂടെ വന്നിട്ട് ഖരനാണ്. ഖരൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ ശൂർപ്പണഖയുടെ മൂക്കൊക്കെ ചെറിച്ച് മൂക്കും മാറുമൊക്കെ ചെറിച്ചപ്പോൾ അവളിൽ നിന്ന് സഹോദരനോട് പരിഭവം പറഞ്ഞ് യുദ്ധത്തിന് വന്നു. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ. അപ്പോൾ ഭഗവാൻ 3.25 നാഴി കൊണ്ട് ഈ പിന്നെ 14 സഹസ്രം പട അവർ വന്നവരെ കൊന്ന് ശ്രീരാമൻ 3.25 നാഴി കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന്. അത് വീണ്ടും ചെന്ന് രാവണനോട് പറഞ്ഞു. പിന്നെ ഖരനൊക്കെ ഒഴിഞ്ഞു പോയല്ലോ. ആദ്യമേ ഖരനാ വന്നത്. അങ്ങനെ രാവണനോട് എന്ന് ശൂർപ്പണഖ പറഞ്ഞു. മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ. അതായത് അതിനുശേഷം മാരീചനെ പറഞ്ഞു വിട്ട്. എന്തിനാ? സീതയെ കൊണ്ടുപോകുന്നതിന് ഇങ്ങനെ പല രീതിയിൽ ശൂർപ്പണഖ പറഞ്ഞ് രാവണന് ചേരുന്ന ആണ് സീത. അതുകൊണ്ട് സീത അത് എന്ന് വെച്ചാൽ ഈ പകരം വീട്ടണ്ടേ, മൂക്ക് ചെറിച്ചതിന് പകരം. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വേല കാണിച്ചത്. അതിന് പകരം വീട്ടുന്നതിന് അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ എൻ്റെ മൂക്ക് ചെറിച്ചത് ശ്രീരാമനെ വേണ്ടിയിട്ട് ചെന്നതാണെന്നോ അങ്ങനെ പറഞ്ഞ കാമാർത്തി കൊണ്ട് ചെന്നതാന്ന് പറഞ്ഞാൽ രാവണനും വഴക്ക് പറയത്തില്ലയോ. അതുകൊണ്ട് കുറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി രാവണന് ചേരുന്നതാണ് സീത എന്നൊക്കെ പറഞ്ഞ് വെച്ച്. കാരണം ഇവർക്ക് പകരം വീട്ടാൻ വേണ്ടി ഈ മൂക്ക് ചേർച്ചിന് പകരം വീട്ടുന്നതിന് ഈ രീതി കൂടെ അങ്ങനെ ഇന്നും ഉണ്ട് ചില സ്ത്രീകൾ വളച്ച് കെട്ടി വഴക്കുണ്ടാക്കുന്നത്. കാര്യത്തിനെ വളച്ച് കെട്ടി മാറ്റി പിടിച്ചെടുക്കും. അത് ചില സ്ത്രീകൾക്ക് പ്രത്യേക ഒരു കഴിവാണ് അത്. അതുപോലെ അവിടെ ശൂർപ്പണഖയെ അങ്ങനെ പറഞ്ഞു. അവളേൽ കുറ്റമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ പോയി കണ്ടു, നല്ല സുന്ദരിയാണ് സീത, കാരണമാണ് ശ്രീരാമൻ ഇത്രയും ഐശ്വര്യം ഉണ്ടാകുന്നത്. അത് രാവണന് വേണമെങ്കിൽ ആ പെണ്ണിനെ കിട്ടാമെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനും അതിനകത്ത് താല്പര്യം മായ ഉണ്ടെങ്കിൽ അവനങ്ങ് മൂടിപ്പോയി. അങ്ങനെയാണ് മാരീചൻ്റെ വേഷം കെട്ടി ഇവിടുന്ന് സീതയെ മോട്ടിച്ചുകൊണ്ട് പോകാൻ. മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ. മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസിന് മോക്ഷം നൽകി. ജടായുവിന് മോക്ഷം നൽകുന്നത് ചിറകണ്ടിച്ചിട്ടു രാവണൻ. അപ്പോൾ അവിടെ കിടന്നു, ചിറകില്ലല്ലോ. ആ രാവണനെ കൊണ്ട് യുദ്ധം ചെയ്തു സീതയെ കൊണ്ടുപോയപ്പോൾ ജടായു അത് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള വേലയ്ക്ക് ചിറക് കണ്ടിച്ചങ്ങിട്ടു. അപ്പോൾ പിന്നെ മരണത്തിലേക്ക് അകപ്പെടുന്നതിന് മുന്നേ ശ്രീരാമൻ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ മോക്ഷവും കൊടുത്തു. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ കണ്ടു. മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ. ഓരോ കാര്യങ്ങളും ചെയ്തതൊക്കെ ഇതിനകത്ത് പറയുക. അങ്ങനെ ശബരിയെ കണ്ടു, അവരുടെ പൂജ സ്വീകരിച്ച് ഭഗവാൻ അവർക്കും മോക്ഷദാനമൊക്കെ കൊടുത്ത് മോക്ഷവും കൊടുത്തു പോയി കബന്ധന്. ശബരിയെ തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ. മോക്ഷദാനവും ചെയ്തു പുഖിതു പമ്പാതീരം. അങ്ങനെ ശബരിക്ക് മോക്ഷം കൊടുത്ത് ഭഗവാൻ പമ്പാതീരത്ത് വന്നു. തത്ര കണ്ടിതു നിന്നെ പിന്നെ ആരെയാ? ഹനുമാനെ. അപ്പോഴാണ് ഹനുമാനെ കാണുന്നത്. സീത പറയുന്നു നിന്നെ പിന്നെ കണ്ടു. അപ്പോൾ തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. അപ്പോൾ സുഗ്രീവനാ പറഞ്ഞു വിടുന്നത്. സുഗ്രീവനെ ബാലി കൊല്ലാൻ വേണ്ടി എങ്ങാണ്ട് ആരെ പറഞ്ഞു വിട്ടതാണ്. രഹസ്യമായി ഒരു ഹനുമാൻ്റെ വേഷം മാറ്റി ഒരു ബ്രാഹ്മണ വേഷമോ ഒരു സന്യാസ വേഷം പോലെ അങ്ങോട്ട് ചെന്ന് ഈ ശ്രീരാമനെ കാണാനാ പറയുക. കാരണം വന്നത് ആരെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെയാണ് ഹനുമാൻ സുഗ്രീവനെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ശ്രീരാമന് ഹനുമാനും സുഗ്രീവനൊക്കെ സഹായിപ്പാനായിട്ട് കിട്ടിയത്. അതുകൊണ്ട് തത്ര കണ്ടിതു നിന്നെ പിന്നെ പമ്പാതിരുത്ത് വന്നപ്പോൾ നിന്നെ പിന്നെ കണ്ടു കിട്ടി. അത് ഹനുമാനെ. നിന്നോടുകൂടി ഹനുമാനോടുകൂടി പിന്നെ ആരെ കിട്ടി? മിത്രനന്ദനായ സുഗ്രീവനെ, അതായത് സൂര്യപുത്രനായ സുഗ്രീവനെ കണ്ടു. മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. കൂട്ടായിരിക്കണമെന്ന് സഖ്യവും ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. അതിനുശേഷം സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ വധം ചെയ്തു. വൃത്രാരിപുത്രനാണ്, അതായത് ഇന്ദ്രൻ്റെ പുത്രനാണ് ബാലി. സൂര്യപുത്രനാണ് സുഗ്രീവനും. ജ്യേഷ്ഠനും അനിയനും ആണെങ്കിലും രണ്ട് പിതാക്കന്മാരാണ്. ബാലി ജ്യേഷ്ഠന ബാലിക്ക് ഇന്ദ്രനാണ് പിതാവ്. സുഗ്രീവന് സൂര്യനാണ് പിതാവ്. അതാണ് മിത്രനന്ദൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൂര്യപുത്രൻ, അർക്കപുത്രൻ എന്നൊക്കെ പറയും. സൂര്യൻ്റെ പുത്രൻ.
അങ്ങനെ വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീത അന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്ര അമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. അങ്ങനെ രാവണനെയൊക്കെ വധം ചെയ്ത് വിഭീഷണന് രാജ്യാഭിഷേകം ചെയ്തു കൊടുത്ത് പാവകൻ തങ്കൽ മറഞ്ഞിരുന്നവരെന്നെ പിന്നെ വന്യമണ്ഡലത്തിൽ സീത യഥാർത്ഥ ദേവി സീത മറഞ്ഞിരുന്നിട്ടാണ് മായാസീതയും കൊണ്ട് രാവണൻ പോയത്. അതാണ് പാവകൻ തങ്കൽ. പാവകനായ അഗ്നി വന്നി തങ്കൽ മറഞ്ഞിരുന്നവരെന്നെ പിന്നെ സീതയെ പിന്നെ എന്ത് ചെയ്തു? പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് അഗ്നിയിൽ ചാടിയില്ലയോ സത്യം തെളിയിക്കാൻ. അതെന്താ, അവിടെ മായാസീത ആണ് ഈ വന്യയിലോട്ട് ചാടുമ്പോൾ അവിടെ ദേവിയുണ്ട്. വന്യയിൽ തങ്ങൾ മറഞ്ഞിട്ടാണ് വന്യമണ്ഡലത്തിൽ മറച്ചു വെച്ചിട്ടാണ് മായാസീതയും കൊണ്ട് രാവണൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്യമണ്ഡലത്തിൽ ഇരിപ്പോണ്ട് യഥാർത്ഥ ദേവിയാകുന്ന സീത. അതാണ് പാവകൻ തങ്കൽ, പാവൻ അഗ്നി തങ്കൽ, അത് പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ സീതയെ പിന്നെ പാവനയെന്ന്, അതായത് പരിശുദ്ധയാണെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി പാവകനോട് വാങ്ങി ആരെ വാങ്ങി? സീതയെ. അങ്ങനെ പാവകൻ അഗ്നിയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. ഈ അഗ്നിദേവനാണ് കൊണ്ട് സീതയെ രാമന് കൊടുത്തത്. എന്താ കാരണം? അഗ്നിയിൽ മറിഞ്ഞിരിക്കുമായിരുന്നു യഥാർത്ഥ ദേവി സീത. അങ്ങനെ പാവകനോട് വാങ്ങി പുഷ്പകം അങ്ങനെ ദേവിയെ കയ്യിൽ കൊടുത്ത് പിന്നെ അഗ്നിദേവൻ കൊടുത്ത് പുഷ്പകം കയറി അയോധ്യയിലേക്ക് പോയി. അതാണ് പാവകനോട് വാങ്ങി പാവകനോട് വെച്ചാൽ അഗ്നിയിൽ ചാടിയപ്പം സീതയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ യഥാർത്ഥ ദേവി സീതയെല്ലാം അപ്പോൾ ആ ദേവിയിലുണ്ട്. അങ്ങനെ ശ്രീരാമന് യഥാർത്ഥമായ നല്ല സീതയെ തന്നെ കൊടുത്ത് വാങ്ങിക്കൊണ്ട് ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ. ശ്രീരാമനെയും തത്വങ്ങൾ പറഞ്ഞതായി ഈ തത്വം ഉപദേശിച്ചു കൊടുക്കുക എന്ന് ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് ദേവി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതാണ് യഥാർത്ഥമായ ഫോർമുല. യഥാർത്ഥമായി ഇത്രയാണ് സംഭവം നടന്നത്. ഇനി ഇതിനെപ്പറ്റി വിവരിക്കും അങ്ങോട്ട്. ഇനി ഇത് ഒരു ചുരുക്കം, നമ്മൾ ചുരുക്കം പറയൂലേ അതുപോലെ. അങ്ങനെ രാജ്യത്തിന് അങ്ങനെ ഭഗവാൻ ശ്രീരാമൻ ചെന്ന് അയോധ്യയിൽ അഭിഷേകം ചെയ്ത് ദേവാദികളാൽ പൂജനായിരുന്ന അരുളിടിനാൻ ജഗന്നാഥൻ. യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാ മോക്ഷത്തെ നൽകിടിനാൻ നിരഞ്ജനൻ. അങ്ങനെ യാജ്ഞനാം, അതായത് യജിക്കുവാൻ യോഗ്യനാണ് ഭഗവാൻ പരമാത്മാവായ നാരായണൻ ശ്രീരാമൻ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക്, ഭക്തിയുള്ളവർക്ക് സായുജ്യമാ മോക്ഷത്തെ നൽകിടിനാൻ നിരഞ്ജനൻ പരമാത്മാവായ നാരായണൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ആരാ? ദേവിയാണ്. ഇവിടെ പരമാത്മാവ് ആയ ശ്രീരാമൻ പരമാത്മാവാണ്. പരമാത്മാവിന് ഒരു കർമ്മവും ചെയ്യേണ്ടതായില്ല. ഇവിടെ ദേവിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ ദേവിയാ എന്നെ, ഈ സീതയെ, അല്ലെങ്കിൽ പ്രകൃതി മായാദേവി വിഷ്ണുമായ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദാഭിരാമൻ അവ്യയൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗ ആരാമൻ. ഇവിടെ വിദ്വൽ ഭൃംഗ രാമനല്ല. ഇത് അർത്ഥം മനസ്സിലാക്കി നമുക്ക് വായിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലായി വരും. അത് പതുക്കെ വായിച്ചെങ്കിലേ ചിന്തിക്കാവൂ. നമ്മൾ ഇത്ര ദിവസം കൊണ്ട് വായിച്ചെന്ന് വെച്ചാൽ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. ഒരു കാര്യവും തെളിയത്തില്ല. ചില തെറ്റൊക്കെ ആയിരിക്കാം. ഞാനന്ന് വേറൊരു വ്യക്തി വായിക്കുന്നത് ഞാൻ കേട്ടോ. അതാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. എന്താ ആവുന്ന പോകുവായോ, ഒരു രക്ഷയില്ല. ഒരക്ഷരം പോലും വ്യക്തമാവുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഇവിടെ വിദ്വൽ ഭൃംഗ ആരാമം എന്ന് വെച്ചാൽ ഇപ്പം വിദ്വൽ ജ്ഞാനികളായ വണ്ടുകൾക്ക് എന്താ? തേനാണ് ആവശ്യം. എവിടുന്നാ തേൻ കിട്ടുന്ന? ആരാമം, പൂന്തോട്ടം. അപ്പോൾ ഭഗവാൻ നാരായണൻ പരമാത്മാവായ ശ്രീരാമനായാലും കൃഷ്ണനായാലും എല്ലാം ഏകമാണ്. ഇവിടെ വിദ്വാൻമാർക്ക് എന്ത് കിട്ടും? തേൻ, സുധ, അമൃത്. ഇതാരാ കൊടുക്കുന്നത്? ശ്രീരാമൻ. ആർക്കാണ്? ജ്ഞാനികൾക്ക്. അതാണ് ഇവിടെ വിദ്വാൻമാരാകുന്ന വണ്ടുകൾക്ക് ആരാമമായവൻ. അപ്പോൾ വിദ്വൽ ഭൃംഗ ആരാമൻ അച്യുതൻ. ആരാമം, അതായത് ഈ ജ്ഞാനികളായ ഭക്തന്മാർക്ക് വണ്ടുകൾക്ക് തേൻ കുടിക്കുന്നത് പോലെ ഭക്തനായ വിദ്വാൻമാർക്ക്
ഭഗവാന്റെ അമൃത് കൊടുക്കുന്നത് അച്യുതനായ വിഷ്ണു ഭഗവാൻ നാരായണനാണ്. ഇതാണ് അവിടെ ആരാമം എന്ന് വായിക്കണം. രാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാ ആരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. ഭഗവാന് ഒരു ദുഃഖവുമില്ല. കിഞ്ചിൽ ഭ്രമിക്കുന്നു, അല്പം ഭ്രമവുമില്ല. തഥാ ദുഃഖിക്കുന്നുമില്ല, ഗമിക്കുന്നതുമില്ല. ഒന്നും ചെയ്യാത്തൊരു ഒരു കർമ്മവും ഇല്ലാത്ത ഒരു നിഷ്കള പരബ്രഹ്മ വസ്തു. അതാണ് ഭഗവാൻ പരമാത്മാവ്, ശ്രീനാരായണൻ അല്ലെങ്കിൽ പരമാത്മാവായ കൃഷ്ണൻ. പക്ഷെ ഇവിടെ ദേഹമെടുത്ത് വന്നത് കർമ്മം ചെയ്യുന്നത് എന്തിനാ? ഭഗവാൻ ഒന്നും ചെയ്യേണ്ടതായില്ല. എന്നാൽ പിന്നെ അവതരിക്കുമ്പോൾ എന്തും ചെയ്യാനാണല്ലോ അവതരിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ അങ്ങ് ഇരുന്നാൽ പോരെ. അതിനൊരു ദേഹം എടുത്ത് വരുമ്പോഴാണ് ഈ കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്തത്. അല്ലെങ്കിൽ ഭഗവാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പം അവതാരം വരുമ്പോൾ അപ്പോൾ ചെയ്തു തരും. അല്ലെങ്കിൽ ഭഗവാൻ അവതാരമില്ലല്ലോ, അരൂപിയാണല്ലോ, അവിടെ നിർഗുണനാണല്ലോ, ഒരു ഗുണവും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഭഗവാൻ പരമാത്മാവിന് ഒരു ജോലിയും കർമ്മവും ഒന്നും ഇല്ല. ഇവിടെ ആരെ കൊണ്ട് ചെയ്യിക്കുന്നു? ഭഗവാന്റെ മായാദേവിയെ കൊണ്ട് ചെയ്യിക്കുന്നു. നമുക്ക് തോന്നുന്നത് ഭഗവാനെ ചെയ്യുന്നതെന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ, ഒരു വികാരവുമില്ല. തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ, ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും ഒരു ജോലി ഒരു നാളും ചെയ്യത്തില്ല. തേജോമയനാണ്, എല്ലാവരിലും തേജസ് കയറി നിറഞ്ഞിരിക്കുന്നു. നിർവികാരാത്മാ, ഒരു വികാരമില്ലാത്ത നിഷ്കള പരബ്രഹ്മം, നിർമ്മലൻ. അങ്ങനെയുള്ള പരമാത്മ തേജസ്, ഭഗവാന്റെ തേജസ്സാണ് ഈ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. നമ്മളിൽ എല്ലാവരിലും ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ നിറഞ്ഞൊരു നിർവൃതൻ, ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും. അവിടെ പരമാത്മാവിന് ഒരു കർമ്മവും ചെയ്യേണ്ടതായില്ല. നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ, തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. ഇവിടെ ചെയ്യുന്നതാരാ? ചിന്മയൻ മായാമയൻ, തന്നെ മായാദേവി, ഭഗവാന്റെ ഭാര്യയായ വിഷ്ണുമായ ദേവി, സീതാദേവി, അല്ലെങ്കിൽ മഹാമായ ദേവി ഒന്നേ ഉള്ളൂ. ആ ദേവി ഏതായാലും പേര് എന്തോ ആയിക്കോട്ടെ, ഓരോ പ്രാവശ്യം രുക്മിണിയെന്നോ ദേവിയെന്നോ സീതയെന്നോ ജാനകിയെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഇതെല്ലാം പരമാത്മാവായ ഭഗവാന്റെ ഭാര്യ പ്രകൃതി തന്നെയാണ്. അതുകൊണ്ട് മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നു. അതായത് നമ്മൾ സ്ത്രീകൾ ഇവിടെയൊക്കെ കർമ്മം ചെയ്യുന്നത് പോലെ ഇവിടെ എല്ലാം സൃഷ്ടിച്ച് മക്കളെ ഇട്ടേക്കൊല്ലിയ വൃക്ഷമായിട്ടും മൃഗമായിട്ടും എല്ലാം ഇവിടെ ദേവിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിവിടെ വച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് വല്ലതും കൊടുക്കണ്ടേ? അവർക്ക് വിശക്കത്തില്ലേ? അതിനിവിടെ പഞ്ചഭൂതങ്ങളെ കൊണ്ടൊക്കെ ഇവിടെ ഓരോന്ന് ചെയ്യിച്ച് എല്ലാം ചെയ്യുന്നതെല്ലാം ദേവിയാണ്. പക്ഷേ അങ്ങനെ ചിന്മയൻ മായാമയന്ത്രയുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. ഈ ദേവി ചെയ്യുന്നു, പക്ഷേ ഇത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഭഗവാൻ നാരായണനാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ, അതായത് ഈ മായാഗുണങ്ങളുണ്ട് ഇവിടെ. അത് അമ്മയ്ക്ക് പ്രകൃതിക്കേ ഉള്ളു മായാഗുണങ്ങൾ. എന്താ മായാഗുണങ്ങൾ? ത്രിഗുണങ്ങൾ. അത് ഈ മായാദേവി ഈ പ്രപഞ്ചത്തിന് മാത്രമേ ഉള്ളൂ. പരമാത്മാവിന് ത്രിഗുണങ്ങളില്ല, നിർഗുണനാണ്. എന്നുവെച്ചാൽ ഒരു ഗുണവും സാത്വികമെന്നോ രാജസമെന്നോ താമസമെന്നോ ഒരു ഗുണം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിർഗുണം എന്ന് പറയുന്നത്, ഗുണങ്ങളില്ലാത്തതുകൊണ്ട്. പക്ഷേ നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് എല്ലാവർക്കും ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നിർഗുണൻ്റെ പരമാത്മാവായ നിർഗുണനെ പോലെ നമുക്ക് ആകാം, നമുക്കും ഗുണത്തിന് അതീതമാകാം. ഗുണമില്ലാത്തൊരവസ്ഥ നമുക്ക് എത്തുമ്പോഴാണ് പരമാത്മ ജ്ഞാനികളായ യോഗികളായി മാറുന്നത്. അവർക്കും ഇതേപോലെ അവർക്കും പിന്നെ ഒരു ഗുണവും അവർക്കും കാണത്തില്ല. അവരതിൽ നിന്നെല്ലാം അതീതമായി കഴിയും. അതാണ് നമ്മൾ ഭക്തന്മാർ പറയത്തില്ലയോ, അത് പരമാത്മാവിന് തുല്യമായി മാറി ഒരു ഭക്തൻ, എല്ലാ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, പരമാത്മാവിനെ പോലെ, അതാ ഈശ്വരനെ പോലെ എന്ന് പറയുന്നത്. അപ്പോൾ തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ, അങ്ങനെ അഞ്ജനാതനയനോട്, അതായത് ഹനുമാനോട് സീതാദേവി കഞ്ചലോചന തത്വം, ഭഗവാന്റെ തത്വം, ശ്രീരാമ തത്വം ഉപദേശിച്ച് ഈ കാര്യങ്ങളെല്ലാം. കാരണം പരമാത്മാവിന് വികാരമില്ല, നിർഗുണനാണ്, അത് ഗുണങ്ങളില്ല, അത് ത്രിഗുണങ്ങളില്ല. അങ്ങനെയുള്ള പരമാത്മാവാണ് ശ്രീരാമൻ. ഇതൊക്കെ ഈ തത്വമെല്ലാം
ഹനുമാന് ഉപദേശം കൊടുത്ത ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്ത് ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീരാമഭഗവാൻ സന്തോഷമായി പുഞ്ചിരിയായി. മഞ്ജുള വാച പുനരവനോട് അരുൾ ചെയ്തു. അങ്ങനെ ഭഗവാൻ ഹനുമാനോട് പറയാൻ പോകുന്നു. ഇത്രയെല്ലാം സീതാദേവിയാണ് പറഞ്ഞു കൊടുത്തത്. ഈ ഉപദേശങ്ങളെല്ലാം പരമാത്മാവിൻ്റെ ശ്രീരാമ തത്വങ്ങൾ. ഈ തത്വം ഇതാണ് ശ്രീരാമൻ. യഥാർത്ഥത്തിൽ സീത ഇന്നതാണ്, പ്രകൃതിയാണ്, മായയാണ്, ചെയ്യുന്നതെല്ലാം ഈ അമ്മയായ മായാദേവിയാണ്. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. നിർവികാരാത്മാ പരമാത്മാവ് ഇതൊന്നും ചെയ്യേണ്ട കർമ്മങ്ങളല്ല. എന്നാൽ തോന്നിക്കുന്നു ഞാൻ പരമാത്മാവിൻ്റെ മായയായിരിക്കുന്ന ദേവിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചിട്ട് ചെയ്യുന്നെന്ന് തോന്നിക്കുന്നു. നമുക്കൊക്കെ തോന്നിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊടുത്തച്ച് അഞ്ജസ രാമദേവൻ മന്ദഹാസം ചെയ്ത് മഞ്ജുളവാച പുനരവനോട് അരുൾ ചെയ്ത് സന്തോഷമായിട്ട് ഹനുമാനോട് പറയുക. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരച്ചിൽ കാണുന്നതു ജീവാത്മാവറികടോ. ഇപ്പം ഭഗവാൻ പരമാത്മാവായ ശ്രീരാമനാണ് ഇപ്പം പറഞ്ഞു കൊടുക്കുന്ന ഹനുമാൻ. എന്താ പരമാത്മാവാകുന്ന ബിംബത്തിൻ? ഇപ്പം നമുക്ക് പരമാത്മാവ് ഒരു നിഷ്കള വസ്തു ബ്രഹ്മമെന്ന് നമ്മൾ പഠിച്ചു. പരമാത്മ നിഷ്കള വസ്തു ബ്രഹ്മം, ലോകം നിറഞ്ഞൊരു കട്ടി പോലെ ഇരിക്കുക, എല്ലാത്തിലും നിറഞ്ഞിരിക്കുക, തേജസ്സാണ്. ഈ നിറഞ്ഞ് എല്ലാത്തിലും തേജസ്സുണ്ട്. എന്നാലോ ഒരു വികാരമില്ല. എന്ത് വന്നാലും ഒന്നും വിഷമവും ഒന്നും ഒരു വസ്തു, ഒരു പരബ്രഹ്മമാണ്. ഈ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു ബിംബത്തിന് പ്രതിബിംബം, അത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ രൂപം കണ്ണാടി തെളിയുമ്പോൾ നമ്മുടെ പ്രതിബിംബമാണ്. ഞാനിപ്പോൾ ഒരു കണ്ണാടിയിലോട്ട് നോക്കുമ്പം അപ്പോൾ ഇത് തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്നിൽ അതിൽ കാണുമ്പോൾ അതിൻ്റെ പ്രതിബിംബമാണ്. അതുപോലെ പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറിയടോ. അപ്പോൾ ഇപ്പോൾ സൂര്യനാണ് ഈ നിഷ്കള വസ്തു ബ്രഹ്മം എന്ന് കൂട്ടാം. ഈ സൂര്യനെ നമുക്ക് വെള്ളത്തിലൊക്കെ നമ്മൾ കാണും, അപ്പോൾ അത് പ്രതിബിംബമല്ലേ. അതുപോലെ നമുക്ക് ഈ തേജസ്, ഈ ചൈതന്യം, ഇതാണല്ലോ പരമാത്മാവ്, ചൈതന്യമാണല്ലോ. അത് ആരിലാണ് പ്രതിബിംബം എടുക്കുന്നത്? അതാണ് ആ ജീവാത്മാവ്. ജീവാത്മാവ് നമ്മൾ പറയുന്നത് ശരിയാ, പക്ഷേ അനുഭവത്തിൽ എന്താ വരണം? ആ ബിംബം, പരമാത്മാവാകുന്ന ആ ബിംബം പ്രതിഫലിക്കണം നമ്മളിൽ. എന്താ പരമാത്മാവിൻ്റെ ലക്ഷണം? ആനന്ദം, പിന്നെയോ ദയ, കരുണ, പിന്നെ ചൈതന്യം, സ്നേഹം. ഇതൊക്കെയാണ് പരമാത്മാവിൻ്റെ ആനന്ദമാണ്. എപ്പോഴും ആനന്ദമാണ്. ആ അമൃതാണത്. അത് പ്രതിബിംബം എവിടെ അത് പ്രതിഫലിക്കുന്നു? അതാണ് ജീവാത്മാവെന്നറിയടോ. ഞാനിത് എൻ്റെ അനുഭവം വെച്ച് ഞാനിത് പറയുന്നു, അല്ല എനിക്കിതിൻ്റെ അർത്ഥം അറിയത്തില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വലിയ യോഗിമാരെങ്ങാനും അല്ല സാധാരണക്കാരിൽ ഇപ്പോൾ ഇത് പറയത്തില്ല. കാരണം ഇത് അനുഭവം ഉള്ളവർക്കേ പറയാൻ പറ്റൂ. പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറിയടോ. ഇവിടെ ഹനുമാനിൽ അത് തട്ടുന്നുണ്ട്. ഹനുമാൻ ആ ലക്ഷണമുള്ള ആളാണ്. അപ്പോൾ അത് ജീവാത്മാവ് അങ്ങനെ. അതുകൊണ്ടാണ് ഈ പരമാത്മാവായ ശ്രീരാമനും സീതയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നെഞ്ചിനകത്ത് ഇരിപ്പുണ്ട്. നമ്മളെ കാണിച്ചിട്ടുണ്ടല്ലോ ഈ പല കഥകളിലും. സംഭവം അതാ. അങ്ങനെ ഉണ്ടെങ്കിലേ പ്രതിഫലിക്കൂ. നമ്മളിൽ പ്രതിഫലിക്കുന്നത് അപ്പോഴാണ് പരമാത്മാവ് നമ്മളിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ പ്രതിഫലിക്കുന്നു, അതുപോലെ ഈ പരമാത്മാ ചൈതന്യം ആരിലും വന്നോ അത് പ്രതിഫലിക്കും. അല്ലാതെ അവിടെ എന്താ ഒരു കാണത്തക്ക അരൂപിയല്ലയോ പരമാത്മാവ്? അല്ലാതെ നമുക്ക് എങ്ങനെ പ്രതിഫലം ഉണ്ടാവും? ആ അരൂപിയാകുന്ന പരമാത്മാവിന് ചൈതന്യമേ ഉള്ളൂ. ആ ചൈതന്യം എവിടെ പ്രതിബിംബമായിട്ട് പ്രതിഫലിക്കുന്നു? അതാ ജീവാത്മാവ്. അപ്പം നമ്മൾ ജീവാത്മാവും പരമാത്മാവും ഒന്നല്ലേ? അതായത് ഒരു തുള്ളി വെള്ളവും ഒരു കുടം വെള്ളവും പോലെ, അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലെ വെള്ളം പരമാത്മാവാണെങ്കിൽ അതിൻ്റെ ഒരു തുള്ളി വെള്ളമേ നമുക്ക് വേണ്ട, അത് ജീവാത്മാവെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അതേപോലെ നമ്മളുടെ ഉള്ളിൽ അല്പമേ ഉള്ളൂ, അതുകൊണ്ടാണ് ജീവാത്മാവെന്ന് പറയുന്നത്. പക്ഷേ ഒന്നായി ചേരുമ്പം അത് പരമാത്മാവായിട്ട് തന്നെ ചേരുന്നത്. നമ്മളുടെ ദേഹം വെടിയുമ്പോൾ ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കും, അല്ലാതെയും ലയിക്കും. ധ്യാനിച്ച് നമ്മൾ ഒന്നായി തീരുന്നു. അത് ദേഹം വെടിന് മുമ്പേ തന്നെ അതുണ്ടാവും. അത് ആ ധ്യാനത്തിൽ കൂടി ഏകമായ പരമാത്മാവിൽ ലയിക്കുന്നു. ലയം വെച്ചാൽ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞ വെള്ളമായി മാറത്തില്ലേ? അതുപോലെ നമ്മളിരിക്കുന്ന ആ ജീവാത്മാവും പരമാത്മാവായ ഈശ്വരനായിട്ട് ചേർന്ന് ലയിക്കുമ്പോൾ അവിടെ പിന്നെ രണ്ടില്ല, ഒന്നാ. അത് ദേഹം മാറുന്നതും അപ്പോഴും ഒന്ന് തന്നെയാണ്. അതുപോലെ ജീവിച്ചിരിക്കുമ്പോഴേ ജീവൻ മുക്തൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറിയടോ. ഇത് രഹസ്യമാണ്. ഇത് ആർക്കും കൊടുക്കരുതെന്ന് ഇതിനകത്ത് കൊടുക്കാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭക്തന്മാർക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ ഭക്തന്മാരല്ലേ ഇത് കേൾക്കുള്ളൂ, അല്ലാത്തവരാരും ഇത് കേൾക്കൂലല്ലോ. ഞാൻ ഈ വായിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ ഒരുപാട് പേരോട്ടൊന്നും പോകത്തില്ല. ഇത് കുറച്ച് മക്കൾ മാത്രം, ഭക്തിയുള്ള മക്കളാണ് ഇത് കേൾക്കുന്നത്. അവർക്കേ കൊടുക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് പാപമാണ്.
അതുകൊണ്ട് തേജോരൂപിണിയാകും എന്നുടെ മായ തങ്കൽ വ്യാജമെന്നയെ നിഴലിക്കുന്നു കവിവര. എന്താ മായമെന്നയെ? കബളിപ്പില്ല, കള്ളമല്ല, നിഷ്കളങ്കമായിരിക്കുന്ന ഒരു ഹൃദയം, പരിശുദ്ധമായി നിർമ്മലമായിരിക്കുന്ന ഒരു ഹൃദയത്തിൽ വ്യാജമെന്നയെ അവിടെ പ്രതിഫലിക്കൂ, നിഴലിക്കുന്നു കവിവര. ഇതൊരു യഥാർത്ഥ രഹസ്യമാണിത്. ഇത് എവിടെ, ഇതെങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആർക്കും ഇത് അറിയാനും പറ്റത്തില്ല. ഇതെന്താ ഈ വായിക്കുന്നതെന്ന് അനുഭവം ഉള്ളവർക്ക് മാത്രമേ ഇത് യഥാർത്ഥത്തിൽ. ഇനി ഇതിപ്പോൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ആർക്കെങ്കിലും, പക്ഷെ അത് അനുഭവത്തിൽ രുചിച്ചറിയത്തില്ല. പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പഠിപ്പിക്കാം, പക്ഷേ അനുഭവിച്ചറിയണമെങ്കിൽ അത് കഴിച്ചു തന്നെ അറിയണം. അതുകൊണ്ട് തേജോരൂപിണിയാകും എന്നുടെ മായ തങ്കൽ വ്യാജമെന്നയെ നിഴലിക്കുന്നു കവിവര. മാലിന്യം ഇല്ലാത്തത് മാത്രമേ അത് പ്രതിഫലിക്കൂ. എല്ലാം കൊണ്ടും അത്രമാത്രം പരിശുദ്ധമായ ഹൃദയവും എല്ലാ നമ്മൾ ചെയ്ത കർമ്മങ്ങളും പ്രാർത്ഥനയും ഭഗവാനിൽ ലയിക്കുന്നതും എല്ലാം ഒത്തു വരുന്നൊരു യോഗി, എപ്പോഴും ഭഗവാനിൽ ലയിക്കുന്നൊരു യോഗിക്ക് മാത്രമേ ഈ പ്രതിഫലനം കിട്ടത്തുള്ളൂ. സൂര്യനെ വെള്ളത്തിൽ നോക്കുമ്പം നിശ്ചലമായി നമുക്ക് കാണാം, വെള്ളം ചലിക്കാതിരിക്കാമെങ്കിൽ ആ സൂര്യനെ അതുപോലെ ആ ബിംബം ആ നദിയിൽ കാണാം. അതുപോലെ പരമാത്മാവിന് എന്താ ഉള്ളേ? രൂപമില്ല, പിന്നെ എന്താ ഉള്ളേ? ആനന്ദമായിരിക്കുന്ന ആ സ്നേഹമായിരിക്കുന്ന ആ ഒരു ചൈതന്യമാണ്, കൃപയാണ്. അത് എവിടെ പ്രതിഫലിക്കുന്നു? അതാണ് ജീവാത്മാവ് അറിയടോ. തേജോരൂപിണിയാകും എന്നുടെ മായ തങ്കൽ വ്യാജമെന്നയെ ഒരു കളങ്കമില്ലാതെ നിഴലിക്കുന്നു കവിവര. നല്ലൊരു ഉപദേശമാണിത്. ഓരോരോ ജലാശയെ കേവല മഹാകാശം. ഈ ആകാശം ഓരോരോ നദിയിൽ ജലങ്ങൾ, കിണർ, ജലം, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അനങ്ങാതെ, ഇപ്പം നദിയോ കിണറൊക്കെ അനങ്ങാതിരിക്കാമെങ്കിൽ ആകാശം അതുപോലെ നമുക്കതിൽ കാണാം. ഓരോരോ ജലാശയെ കേവല ആകാശം നേരെ നീ കാൺമിലയോ. കണ്ടാലും അതുപോലെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. സൂര്യനെ കാണുന്ന പോലെ ആകാശം നല്ല ഇങ്ങനെ നല്ല വെളുത്ത ആകാശവും അതിനകത്ത് കാർമേഘം, അതൊക്കെ ഇങ്ങനെ വെള്ളത്തിലോട്ട് നോക്കും, അതെല്ലാം നമുക്ക് കാണാം. അങ്ങനെ അതുപോലെ നേരെ നീ നീ കണ്ടിട്ടില്ലേ? ഹനുമാനോട് ചോദിക്കുക. ഓരോരോ ജലാശയെ, ഇതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നതാ. ഓരോരോ ജലാശയെ കേവല ആകാശം നേരെ നീ കാൺമിലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖേ. അപ്പോൾ അതുപോലെയാണ്, കണ്ടാലും അതുപോലെ ആ ജലാശയത്തിൽ എങ്ങനെയാ മഹാകാശം തെളിഞ്ഞ് കാണുന്നത്? സാക്ഷാലുള്ളൊരു ആ പരബ്രഹ്മമാം പരമാത്മാവ് സാക്ഷിയായുള്ള ബിംബം നിശ്ചലം സഖേ, നിശ്ചലമാണ് അത് സഖേ. എങ്ങനെയാ നദിയിൽ അനങ്ങാതെ കിടക്കുന്ന നദിയിൽ ആകാശം കാണുന്നത്, അതുപോലെ അത് നിശ്ചലമാണ് പരമാത്മാവ് സഖേ. അത് ആരാ? ഹനുമാനെ. തത്വമസ്യാദി മഹാവാക്യ അർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. ഒരു ഗുരുവിൻ്റെ കാരുണ്യത്തിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, അല്ലാത്തവരാരും പറഞ്ഞു കൊടുക്കത്തില്ല. ഗുരുവിനെ സമീപിക്കുമ്പോൾ അത് ഏത് ശിഷ്യന് കൊടുക്കാം എന്നാദ്യം ഗുരു അത്രത്തോളം അളന്ന് കുറിച്ചെടുക്കും, ശിഷ്യന് അതിന് പാകമായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ പാകമാകുന്നതിൽ മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ. തത്വമസ്യാദി, അത് നീ തന്നെയാകുന്നു ബ്രഹ്മ. അതാണ് തത്വമസി. ശബരിമലയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നീ തന്നെയാകുന്നെന്ന്. അങ്ങനെയുള്ള ഈ തത്വം, ഈ മഹാവാക്യം, ഇതിൻ്റെ അർത്ഥം കൊണ്ട് മമ, എൻ്റെ തത്വം, ഇതാണ് ശ്രീരാമ തത്വം, ഇത് മമ തത്വത്തെ, എൻ്റെ ഈ തത്വത്തെ അറിഞ്ഞിടാം. എങ്ങനെ അറിയാം? ആചാര്യ കാരുണ്യത്താൽ. ഇവിടെ ശ്രീരാമ ഭഗവാൻ പരമഗുരുവായിരിക്കുന്ന ഭഗവാൻ ഹനുമാന് അത്രത്തോളം കാരുണ്യത്തോടെ കൊടുക്കുവാണ് ഈ ഉപദേശം. എന്താ കാരണം? യഥാർത്ഥൊരു ശിഷ്യനാ ഹനുമാൻ. അത്രമാത്രം നിഷ്കളങ്കനായൊരു ഹനുമാനെ കിട്ടി ഭഗവാൻ ഉപദേശം കൊടുത്തു. ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ കിട്ടുമ്പോൾ ഈ ഉപദേശം കൊടുക്കാം. ഇവിടെ ഭഗവാൻ അങ്ങനെ കൊടുത്തു ഹനുമാന്. അതുകൊണ്ട് ഇത് എങ്ങനെ കിട്ടും? ഈ യഥാർത്ഥമായ ഈ മഹാവാക്യം, ഇതിൻ്റെ അർത്ഥം മമ, എൻ്റെ ഈ തത്വമസ്യാദി എന്നുള്ള ഈ അർത്ഥം, ഈ തത്വത്തെ അറിയാൻ ആർക്ക് വേണമെങ്കിൽ അറിയണമെങ്കിൽ ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ കൃപ വേണം. കാരുണ്യത്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. മൽഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ, ഈ വാക്കിൻ്റെ പദം ഇത് അറിയുമ്പോൾ, മൽഭക്തൻ ഭഗവാന്റെ ഭക്തന്മാരായുള്ളവർ ഈ പദം എന്ന് മനസ്സിലാക്കും. അറിയുമ്പോൾ അത് പറഞ്ഞു പഠിച്ചാൽ പോരാ, അത് അറിയണം. അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. അപ്പോഴാണ് ഭഗവാന്റെ ഭാവം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എല്ലാം ഭഗവാൻ ചെയ്യുന്നതാണ് ആ ഭക്തനും ചെയ്യുന്നത്. ഭഗവാൻ എന്താണ്? ഭഗവാന്റെ ഉള്ളിലിരിപ്പ് എന്താണ്?
എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ആ ഭക്തന് അതുപോലെ പ്രവർത്തിക്കും. എന്താ കാരണം? മൽഭാവം പ്രാപിച്ചിടും. ഇതറിയുമ്പോൾ ഇതെപ്പോൾ മനസ്സിലാക്കുക, ഈ പ്രവൃത്തിയും എല്ലാം നമ്മൾക്ക് ഒത്തുവന്ന് ഒരു യഥാർത്ഥ ഒരു യോഗിയായി തീരുമ്പോൾ മൽഭക്തൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭക്തൻ എപ്പോഴാണ് ഇത് അറിയുന്നത്? ഇപ്പം ഹനുമാൻ ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് ആയി തീരുമ്പോൾ മൽഭക്തനായുള്ളവൻ ഈ പദം, ഈ കാര്യം എപ്പോൾ രുചിച്ചറിയുന്നു. പഞ്ചസാര അല്ലെ തേൻ വായിലോട്ട് ഒഴിച്ചെങ്കിലേ തേനിൻ്റെ മധുരം അറിയുന്നത് അതുപോലെ, അല്ലെങ്കിൽ പഞ്ചസാര കഴിച്ചിട്ട് അറിയുന്നത് പോലെ, അല്ലാതെ പറഞ്ഞു കൊടുത്താൽ അറിയത്തില്ല. ഇത് എപ്പോൾ നമ്മൾ അറിയുന്നു അപ്പോൾ മൽഭാവം പ്രാപിച്ചിടും. ഇല്ല സംശയമോ, ഒരു സംശയവുമില്ല. അപ്പോൾ ഭഗവാന്റെ ഭാവം ആയിത്തീരും. നമുക്കിനി അടുത്ത ദിവസം ആവട്ടെ. പറഞ്ഞാലതൊന്നും പെട്ടെന്ന് തീരത്തിൽ 4 അക്ഷരമേ വായിച്ചുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.